ആഗോളതലത്തിൽ ഹൈന്ദവ ജനതയുടെ സമഗ്ര വികസനമെന്ന സത്യാനന്ദ സരസ്വതി സ്വാമികളുടെ സങ്കല്പം സഫലീകരിക്കാൻ പ്രയത്നിക്കുമെന്ന് ശ്രീരാമദാസാശ്രമം നിയുക്ത മഠാധിപതി ശ്രീ ശക്തി ശാന്താനന്ദ മഹർഷി. ശ്രീരാമദാസ മിഷൻ പ്രസ്ഥാനങ്ങളുടെ അധ്യക്ഷനായി തെരഞ്ഞെടുത്ത ശേഷം ജനം ടിവിയോട് സംസാരിക്കുകയായിരുന്നു സ്വാമി. വോട്ട് ബാങ്ക് രാഷ്ട്രീയം കടുത്ത വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ടെന്നും ഹൈന്ദവ ജനത തിരിച്ചറിവ് നേടിക്കഴിഞ്ഞുവെന്നും സ്വാമിജി പറയുന്നു. പ്രീണന രാഷ്ട്രീയം നടത്തുന്നവർക്ക് തിരിച്ചടി നേരിടുന്ന കാലം അതിവിദൂരമല്ലെന്നും സ്വാമി ജനം ടിവിയോട് വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം ചേങ്കോട്ടുകോണം ശ്രീരാമദാസ മിഷൻ പ്രസ്ഥാനങ്ങളുടെ പുതിയ അധ്യക്ഷനായി തെരഞ്ഞെടുത്ത ശ്രീ ശക്തി ശാന്താനന്ദ മഹർഷി സ്വാമികൾ നമ്മളോടൊപ്പം ചേരുകയാണ്. സ്വാമിജി നമസ്കാരം. വലിയൊരു നിയോഗത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും വലുത് എന്ന് പറയുമ്പോൾ വളരെ വലുതാണ്. കാരണം ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളുടെ പാത പിന്തുടരുക, അദ്ദേഹം വിഭാവന ചെയ്ത ആ കാര്യങ്ങൾ സാക്ഷാത്കരിക്കുക, ഇത് ചെറിയൊരു ദൗത്യമല്ല. കാരണം സ്വാമിജി വിഭാവന ചെയ്തത് ഈ ആശ്രമത്തിൻ്റെ ഭൗതികമായ ഒരു വികാസം അല്ല. സ്വാമിജി വിഭാവന ചെയ്തത് ആഗോളതലത്തിലുള്ള ഹൈന്ദവ ജനതയുടെ സമഗ്രമായ വികാസമാണ്. കാരണം ആ വികാസം എന്ന് പറയുമ്പോൾ അത് സാമ്പത്തികമായും അതുപോലെ തന്നെ സാമൂഹികമായും രാഷ്ട്രീയമായും സംഘടനാപരമായും ഒക്കെയുള്ള വികാസമാണ്. അപ്പോൾ അദ്ദേഹം വിഭാവനം ചെയ്ത വലിയൊരു പദ്ധതി എന്ന് പറയുന്നത് വേൾഡ് പാർലമെൻറ്റ് ഓഫ് ഹിന്ദുസ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എത്തുക എന്നുള്ളത് ചെറിയൊരു ജോലിയല്ല, വലിയൊരു ജോലിയാണ്. പക്ഷെ അവിടെ എത്തുന്നത് നമ്മളല്ല, നമ്മെ എത്തിക്കുന്നത് അതിന് അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതിനുള്ള ഒരു കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ഇപ്പോൾ പ്രസിഡൻ്റായി എന്നെ ഐകകണ്ഠേന തീരുമാനിച്ചു എങ്കിലും ഒരു കൂട്ടായ 14 പേരുടെ കൂട്ടായ ഒരു പ്രവർത്തനമാണ്. സ്വാമിജിയുടെ ശിഷ്യന്മാരാണ് എല്ലാവരും. അവരുടെ കൂട്ടായ ഒരു ശരീരം, ഒരു മനസ്സ്, ഒരു ബുദ്ധി എന്നുള്ള നിലയിൽ ആ മഹത്തായ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള ഒരു വലിയ പരിശ്രമം സിസ്റ്റമാറ്റിക്കായി ചെയ്യുക എന്നുള്ള ഒരു ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പം ഹിന്ദുവിൻ്റെ എന്താണ് പരാധീനതകൾ, കുറവുകൾ, ഇതൊരു സംഘടിത മതം അല്ലാത്തതുകൊണ്ട് കൈവന്നുപോയ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് പഠിച്ചുകൊണ്ടും അതുപോലെ ആനുകാലികമായി നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടുമാണ് സ്വാമിജി നമുക്ക് കേരളത്തിലുള്ള ഹിന്ദു നേരിടുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഏറ്റവും മുന്നിൽ നിന്ന് അടരാടുന്നതിന്, പോരാടുന്നതിന് വേണ്ടി തയ്യാറായതും അതിനുവേണ്ടി ഇവിടുത്തെ ഹൈന്ദവ ജനതയെയും എല്ലാ സംഘടനകളെയും ഹിന്ദു ഐക്യവേദിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ അദ്ദേഹം നേതൃത്വം കൊടുത്തുകൊണ്ട് നയിച്ചതും. അപ്പോൾ ആ ഒരു പാതയിലേക്ക് കടന്നു വരുമ്പോൾ വളരെയധികം സമർപ്പണത്തോടുകൂടി, അതുപോലെ തന്നെ ത്യാഗബുദ്ധിയോടുകൂടി, വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി, ക്ഷമയോടുകൂടി, അതുപോലെ തന്നെ കരുതലോടുകൂടി മുന്നോട്ട് പോകേണ്ടുന്ന ഒരു കാര്യമാണുള്ളത്. അപ്പോൾ സ്വാമിജിയുടെ ഒരു വീക്ഷണത്തിൽ ഹിന്ദുവിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഒന്നല്ല, നിരവധി പ്രശ്നങ്ങളാണ്. ഇതര മതസംഘടനകളെ താരതമ്യപ്പെടുത്തി ചിന്തിക്കുമ്പോൾ അവരുടെ വളർച്ച എന്തുകൊണ്ട് കൈവന്നു അവർക്ക് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വാമിജി പറയാറുള്ളത്, സംഘടിത മതങ്ങൾക്കെല്ലാം ആഗോളതലത്തിൽ ഒരു ട്രയാങ്കുലർ സിസ്റ്റമുണ്ട്, ഒരു ത്രികോണ സംവിധാനം. ആ ത്രികോണ സംവിധാനത്തിൻ്റെ അടിസ്ഥാന ബേസ് എന്ന് പറയുന്നത് അവരുടെ റിലീജിയനാണ്, അല്ലെങ്കിൽ മതമാണ്. അതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് അവരുടെ എക്കോണമിയാണ്, സമ്പദ് വ്യവസ്ഥയാണ്. മൂന്നാമത്തെ വശം അത് അവരുടെ പോളിറ്റിക്സാണ്, സംഘടനയാണ്. അപ്പോൾ മതവും അതുപോലെ തന്നെ സമ്പദ്ഘടനയും രാഷ്ട്രീയവും സമഞ്ജസമായി സമന്വയിച്ചിരിക്കുന്ന ഒരു സംഘടനാക്രമം മറ്റു മതസ്ഥർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ വളരുന്നത്. അപ്പോൾ അവർ മതത്തിൽ അടിസ്ഥിതമായി, മതഗ്രന്ഥത്തിനെ അടിസ്ഥാനമാക്കി മാത്രമാണ് അവരുടെ സമ്പദ് വ്യവസ്ഥയും സംഘടനയും എല്ലാം നിലനിൽക്കുന്നത് എന്നുള്ളതാണ് അവർ വളരുന്നതിൻ്റെ കാരണം. പക്ഷേ ഭാരതത്തെ സംബന്ധിച്ച് ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. സ്വാതന്ത്ര്യാനന്തരം ഒരു 75 വർഷങ്ങളാകാൻ പോകുന്ന ഈ കാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചത്? ഇവിടുത്തെ മതം, അല്ലെങ്കിൽ മതം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, വൈദികമായ ഒരു സംസ്കാരമാണ്, സനാതനമായ ധർമ്മമാണ്. അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ഭരണ സംവിധാനം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ക്രമം ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഈ മതേതരത്വം എന്ന പേരിൽ വരുമ്പോൾ ഇവിടുത്തെ ഹൈന്ദവന് അവന് ധാർമ്മികമായി കിട്ടേണ്ടുന്ന, അല്ലെങ്കിൽ സ്വാഭാവികമായി അവൻ്റെ സംസ്കാരം നിലനിൽക്കുന്നത് ഈ ഒരു രാജ്യത്തിൽ മാത്രമാണ്, ഇവിടെയാണ് അത് ഉണ്ടായത് എന്നുള്ള നിലയിൽ ചിന്തിച്ചുകൊണ്ട് ലഭിക്കേണ്ടുന്ന യാതൊരു ആനുകൂല്യവും നമുക്ക് ലഭിക്കുന്നില്ല എന്ന് മാത്രവുമല്ല, മറ്റു മതസ്ഥർക്ക് ന്യൂനപക്ഷ സംരക്ഷണം എന്നുള്ള പേരിൽ അവരർഹിക്കാത്ത രീതിയിൽ ഈ ഭാരതത്തിലെ ഹൈന്ദവ ജനത കൂടി നൽകുന്ന ടാക്സ്, കരം ഉപയോഗിച്ചുകൊണ്ട്
ധാരാളം പ്രിവിലേജുകൾ അവർക്ക് നൽകുന്നുണ്ട്. മറ്റുള്ളവർ നന്നാകുന്നത് കൊണ്ടുള്ള വിരോധമല്ല നമ്മൾ ഈ പറയുന്നത്. മറ്റുള്ളവർക്ക് എന്തോ കൊടുത്തോട്ടെ, പക്ഷേ ഈ നാടിൻ്റെ മക്കളായ ഇവിടുത്തെ ഹൈന്ദവരെ, ഇവിടുത്തെ സനാതന ധർമ്മം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്ന അവർക്ക് യാതൊരു വിധത്തിലുമുള്ള ആ ഒരു സംസ്കാരത്തെ നിലനിർത്തുന്നതിനുള്ള സപ്പോർട്ടില്ലാതെ പോകുന്ന ഒരവസ്ഥയുള്ളത് കൊണ്ട് സ്വാമിജി പറയുന്നത് നമുക്കുമുണ്ടാകണം ഈ ട്രയാങ്കുലർ സംവിധാനം, ഈ ത്രികോണ സംവിധാനം. നമ്മുടെ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരമാണ്, സനാതന ധർമ്മമാണ്. നമുക്കില്ലാതെ പോകുന്നത് ആ ധർമ്മത്തെ വളർത്തുന്നതിനുള്ള ഒരു സമ്പദ്ഘടനയാണ്, ഒരു എക്കണോമിക് സിസ്റ്റം. അത് അന്താരാഷ്ട്രീയമായ നിലയിൽ നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ നമുക്കൊരു സംഘടനാക്രമം ഉണ്ടാകണം. അതാണ് നമ്മുടെ പോളിറ്റിക്സ് എന്ന് പറയുന്നത്. പാർട്ടി പോളിറ്റിക്സ് അല്ല, അവിടെ സംഘടനാക്രമമാണ്. അങ്ങനെ മതവും രാഷ്ട്രീയവും അതുപോലെ തന്നെ സമ്പദ്ഘടനയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ പദ്ധതി ആഗോളതലത്തിൽ അദ്ദേഹം സങ്കല്പിച്ചിട്ടുള്ളതാണ് വേൾഡ് പാർലമെൻറ്റ് ഓഫ് ഹിന്ദുസ്. ഏറ്റവും മുകളിൽ, അത് മുകളിൽ നിന്ന് താഴേക്ക് ഓർഗനൈസ് ചെയ്തുകൊണ്ട് വരിക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പോൾ അത് നാഷണൽ ലെവലിൽ വരുമ്പോൾ നാഷണൽ മുകളിൽ പാർലമെൻറ്റ് ഓഫ് ഹിന്ദുസ്, താഴെ വരുമ്പോൾ നാഷണൽ പാർലമെൻറ്റ് ഓഫ് ഹിന്ദുസ്, അവിടെ നിന്ന് താഴേക്ക് വരുമ്പോൾ സ്റ്റേറ്റ് പാർലമെൻറ്റ് ഓഫ് ഹിന്ദുസ്, അവിടെ നിന്ന് തുടങ്ങി പഞ്ചായത്ത് തലത്തിൽ വന്ന് എത്തി നിൽക്കുന്ന ഒരു വലിയ സംവിധാനക്രമമാണ് സ്വാമിജി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ബംഗ്ലാദേശിലെ ഹിന്ദുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ, പാകിസ്ഥാനിലെ ഹിന്ദുവിന് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ ഇവിടുത്തെ പ്രധാനമന്ത്രിക്ക് ഇടപെടാൻ കഴിയുന്നത് പൊളിറ്റിക്കലായി മാത്രമാണ്. പക്ഷേ നമ്മുടെ ഹിന്ദുക്കളാണ് അവർ എന്നുള്ളത് കൊണ്ട് അതാണ് ഞാൻ ഇടപെടുന്നതെന്ന് പ്രധാനമന്ത്രിക്ക് പറയാൻ പറ്റാത്ത ഒരു വ്യവസ്ഥിതി ഇവിടെയുണ്ട്. ആ ഭരണഘടനയാണ് നമുക്കിവിടെ ഉള്ളത്. മാനുഷികമായ നിലയിൽ മാത്രമേ പറ്റൂ. പക്ഷേ ഹൈന്ദവരാണവർ എന്ന് ചിന്തിച്ചുകൊണ്ട് അത് ആഗോളതലത്തിലുള്ള ഒരു ഹൈന്ദവ ക്രമത്തിന് ഏത് രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെയും പ്രതിരോധിക്കുവാനും ആ രാജ്യത്തെ ഭരണകർത്താക്കളെ സമ്മർദ്ദം ചെലുത്തുവാനും അല്ലെങ്കിൽ ഭാരതത്തിലുള്ള നമ്മുടെ സംവിധാനത്തെ സമ്മർദ്ദം ചെലുത്തി അവിടുത്തെ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും വേണ്ടുന്ന നീക്കങ്ങൾ നടത്തണമെങ്കിൽ ആഗോളതലത്തിൽ നമുക്ക് ഹൈന്ദവരുടേതായ ഒരു സമ്പൂർണമായ സമഗ്രമായ സംവിധാനക്രമം ഉണ്ടാകണം. അപ്പോൾ അങ്ങനെ ചിന്തിച്ചാണ് താഴോട്ട് ഓരോന്നോരോന്നായി വരുമ്പോൾ സ്വാമിജി ഇവിടുത്തെ നമ്മുടെ ഹിന്ദുക്കളെ അവരോട് അദ്ദേഹം പറഞ്ഞത്, ജാതികൾക്കതീതരായി പാർട്ടികൾക്കതീതരായി ഹൈന്ദവരെ ഉയരുവിൻ എന്ന്. ഇവിടെ നമ്മൾ ഹിന്ദുക്കൾ പല ജാതികളായി പല പാർട്ടികളായി വിഭജിച്ചു നിന്നുകൊണ്ട് നമ്മൾ തമ്മിലടിക്കുമ്പോൾ ഇവിടെ നശിച്ചു പോകുന്നത്, ഒരിക്കലും നശിക്കാത്ത സംസ്കാരമാണ് സനാതനധർമ്മമെങ്കിലും നമ്മുടെ കഴിഞ്ഞ 1000 വർഷങ്ങൾ പിറകോട്ട് ചിന്തിക്കുമ്പോൾ ഇവിടുത്തെ ആക്രമണകാരികൾ ഈ നാട്ടിലേക്ക് കടന്നു വന്ന് നമ്മുടെ ക്ഷേത്രങ്ങൾ തച്ചുടച്ച്, നമ്മുടെ ആരാധനാലയങ്ങൾ തച്ചുടച്ച്, അതുപോലെ തന്നെ നമ്മുടെ ലൈബ്രറികൾ തീവച്ച്, നമ്മുടെ ആചാര്യന്മാരെ അതുപോലെ ഹൈന്ദവ പ്രവർത്തകരെയൊക്കെ പലരെയും പല രീതിയിലും വധിച്ചും അല്ലാതെയും മതപരിവർത്തനം ചെയ്തും നമ്മുടെ സ്വത്ത് സ്വന്തമാക്കിയും നമ്മുടെ സമ്പത്ത് കൊള്ളയടിച്ചും ഒക്കെ നശിപ്പിച്ചത്, അതിനൊക്കെ ഉത്തരവാദി. അങ്ങനെയൊക്കെ നശിപ്പിച്ചിട്ടും ഈ സംസ്കാരം സ്ഥായിയായി നശിക്കാതിരിക്കുന്നത് അതിൻ്റെ വലിപ്പം കൊണ്ടാണ്, അതിൻ്റെ ശാസ്ത്രീയമായ ഒരു നിലനിൽപ്പിനുള്ള ഒരു പ്രകൃതിയുടെ ഒരു നിയമം കൊണ്ട് മാത്രമാണ്. നമുക്കതിനെ ചെറുത്തു നിൽക്കുന്നതിനും ഭാവിയിൽ ഈ രീതിയിൽ പോകുമ്പോൾ, കാരണം ഒരു രാജ്യത്ത്, ഭാരതത്തെ പോലുള്ള ഒരു രാജ്യത്ത് അതിന് നമ്മുടെ ഈ ഹൈന്ദവ സംസ്കാരം നിലനിൽക്കണമെങ്കിൽ ഭരണഘടനാ അടിസ്ഥാനത്തിൽ, നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നിലനിന്ന് പോകുന്ന ഇന്നത്തെ ഈ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ ഹിന്ദുക്കൾ ന്യൂനപക്ഷമായാൽ നമുക്ക് രക്ഷയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ അവസരത്തിൽ. കാരണം വോട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇവിടെ ഒരു സംവിധാനം ഉണ്ടാകുന്നത്. 1947 ആകുമ്പോൾ ഭാരതം ഇസ്ലാം രാഷ്ട്രമാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ഒരു വശത്ത്, അതുപോലെ തന്നെ മതപരിവർത്തനം ചെയ്യുവാൻ ഈ ഭാരതത്തിൻ്റെ പല പ്രദേശത്തേക്കും കേരളത്തിൽ നിന്ന് തന്നെ പലരെയും അയച്ചുകൊണ്ട് ഇന്ന് നമുക്ക് പല രാജ്യങ്ങളിൽ പോകുമ്പോൾ അറിയാം, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആസൂത്രിതമായ പ്രവർത്തനം ഇന്നൊരു വശത്ത്, ഇവാഞ്ചലൈസേഷൻ എന്നുള്ള പേരിൽ. പിന്നെയോ പാർട്ടിയുടെ പേരിൽ നിരീശ്വരവാദം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ആശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന നമ്മുടെ സംസ്കാരത്തെ തകർക്കുവാൻ കേവലം വോട്ടിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഹിന്ദുക്കൾ, അവിടെ ഞാൻ മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും അല്ല കുറ്റം പറയുന്നത്, നിരീശ്വരവാദികളായ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രത്തിൻ്റെ കൊടിപിടിക്കുന്ന നമ്മുടെ സംസ്കാരത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന ആ രീതിയിൽ ഒരുപക്ഷെ ഇവിടെ ജീവിച്ചിരുന്നു കൊണ്ട് നമ്മുടെ ഈ സംസ്കാരത്തിൽ വളർന്ന് ഇവിടുത്തെ ഊണ് കഴിച്ച് ഇവിടെ തടിച്ചു വളർന്ന പലരും ആ മാതൃത്വത്തെയും നമ്മുടെ മാതൃ സംസ്കാരത്തെയും ദേശത്തെയും അഖണ്ഡതയെയും നമ്മുടെ രാജ്യത്തിൻ്റെ ഭദ്രതയെയും ഒക്കെ കളഞ്ഞു കുളിച്ച് കേവലം വോട്ടിന് വേണ്ടി അധികാരത്തിന് വേണ്ടി ജീവിക്കുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തണമെങ്കിൽ അടിസ്ഥാനപരമായ ചിന്തയും ചിട്ടയോടുകൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു സംവിധാനക്രമമാണ് ശ്രീരാമദാസ മിഷനിലൂടെ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ
വിഭാവനം ചെയ്തത്. അവിടെ മിഷൻ എന്നുള്ളത് പറയുമ്പോൾ ഇവിടുത്തെ ഒരു അംശം മാത്രമാണ് നമ്മുടെ സമൂഹത്തിൽ. നിരവധി ഹൈന്ദവ സംഘടനകളുണ്ട്. എല്ലാ ഹൈന്ദവ സംഘടനകളും ചേർന്ന് ഒരു ശരീരത്തിൽ എങ്ങനെയാണോ കണ്ണും കാതും മൂക്കും കൈയും കാലും എല്ലാം പ്രത്യേകം അതാതിൻ്റെ ധർമ്മം ചെയ്യുന്നത്, പക്ഷേ ഈ ധർമ്മങ്ങളെല്ലാം വ്യക്തി എന്നുള്ള നിലയിൽ ആ ജീവന്, ആ വ്യക്തിത്വത്തിൻ്റെ വളർച്ചയ്ക്ക് ഉതകുന്നത്, അതുപോലെ പ്രയോജനപ്പെടാൻ തക്ക രീതിയിൽ ഉള്ള ഏകോപിപ്പിച്ചുള്ള ഒരു പ്രവർത്തനമാണ് ശ്രീരാമദാസ് മിഷൻ എന്നുള്ള ഒരു സംഘടനയിലൂടെ സ്വാമിജി കാണിച്ചു തന്നത്. അതിൻ്റെ പാത പിന്തുടർന്ന് മുന്നോട്ട് പോകുവാനുള്ള പ്രതിജ്ഞാബദ്ധതയോടുകൂടി മുന്നോട്ട് പോകുവാനുള്ള ഒരു ശരീരമാണ് ഈ ശ്രീരാമദാസ് മിഷൻ്റെ ഇപ്പോൾ പുതുതായി നിലവിൽ വന്ന, ഇവിടെ നിലനിന്നിരുന്ന ഒരു ഘടന. നമ്മൾ പറയുമ്പോൾ രാജ്യവ്യാപകമായി വലിയ മുന്നേറ്റങ്ങൾ ഹൈന്ദവ സമൂഹത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പം അതിനെ പിന്നോട്ടടിക്കുന്ന സമീപനങ്ങൾ രാഷ്ട്രീയ ഇടപെടലിലൂടെ നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ മനസ്സിലാകും എന്തൊക്കെ കാരണങ്ങളാണെന്ന്. എങ്ങനെയാണ് ഇതിനെയൊക്കെ നോക്കിക്കാണുന്നത് നിലവിലൊരു സാഹചര്യം? കാരണം രാഷ്ട്രീയം വലിയ രീതിയിൽ ഇടപെടുന്നു, ഹൈന്ദവ സമൂഹത്തോട് ഒരു നീതി, മറ്റു ഇതര സമൂഹത്തോട് മറ്റൊരു രീതി, അങ്ങനെ ഒരു സമീപനം നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് പണ്ടേ ഉള്ളതാണ്, ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുന്നത്, ഈ രാഷ്ട്രീയക്കാർക്ക് വിഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ ഹിന്ദുക്കളെ മാത്രമാണ്. രാമനാമം ജപിച്ച് അങ്ങനെ ക്ഷേത്രത്തിൽ പോയി ആരാധന നടത്തി ജീവിച്ചു വന്നിരുന്ന ഒരു പുരാതന ഒരു സമ്പ്രദായത്തെ പോലും കളഞ്ഞു കുളിച്ചുകൊണ്ട് ഇവിടുത്തെ ഹിന്ദുക്കളെ വിഘടിപ്പിക്കുന്നതിൽ, അവൻ്റെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ടും അവൻ്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്തുകൊണ്ടും അവനെ പ്രലോഭിപ്പിച്ചും അവന് സമ്മർദ്ദം ചെലുത്തിയും അവനെ ഭീഷണിപ്പെടുത്തിയും ആണ് ഇന്ന് പല പാർട്ടികളും ഇവിടെ വോട്ടിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അവിടെ പലരും അതിൽ വീണുപോവുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ ഈ ഇപ്പോൾ ക്രിസ്ത്യൻ, അതുപോലെ തന്നെ ഇസ്ലാം, ഹിന്ദു എന്ന് പറയുന്ന 3 വിഭാഗങ്ങൾ, പ്രധാന വിഭാഗങ്ങൾ കേരളത്തിൽ ഉള്ളതിൽ അതിൻ്റെയൊക്കെ എത്ര പെർസെൻറ്റേജാണ്, എത്ര ശതമാനമാണ് ഓരോ വിഭാഗവും എന്നുള്ളത് നോക്കുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കാലഘട്ടത്തിൽ ഹിന്ദു എത്രത്തോളം താഴോട്ട് പോയി, ഹിന്ദുവിൻ്റെ ജനനനിരക്ക് എത്രത്തോളം താഴോട്ട് പോയി. അങ്ങനെ നോക്കുമ്പോൾ മറ്റുള്ളവരുടേത് എങ്ങനെയാണ് മുകളിലേക്ക് പോകുന്നത്. ഹിന്ദു ഇവിടെ 35-ാമത്തെ വയസ്സിൽ ഒരുത്തൻ കല്യാണം കഴിക്കുമ്പോൾ അവിടെ 15-ാമത്തെ വയസ്സിലും 18-ാമത്തെ വയസ്സിലും 19-ാമത്തെ വയസ്സിലും കല്യാണം കഴിക്കുന്നു. ഹിന്ദുവിൻ്റെ 2 തലമുറ വരുമ്പോൾ ഇവിടെ ഇസ്ലാമിന് 4 തലമുറയും 3 തലമുറയും ഉണ്ടാകുന്നു. അപ്പം ഒരു 10 വർഷം കഴിയുമ്പോൾ, 15 വർഷം കഴിയുമ്പോൾ, 20 വർഷം കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവരുദ്ദേശിക്കുന്ന ഒരു തലത്തിലേക്ക് അവരുടെ ജനസംഖ്യ വളരുകയും ഇവിടുത്തെ കമ്മ്യൂണിസം ഇവിടെ ഉണ്ടാകാത്തൊരവസ്ഥ. ഏതൊക്കെ പാർട്ടികളാണോ ഇന്ന് പ്രീണിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ മതപ്രീണനം നടത്തി, ന്യൂനപക്ഷ പ്രീണനം നടത്തി വോട്ടിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, ആ പാർട്ടികളുടെ ഒന്നും അടിവേര് പോലും ഈ രാജ്യത്തുണ്ടാകാത്ത ഒരു സാഹചര്യം ഇവിടുത്തെ ന്യൂനപക്ഷം ഭൂരിപക്ഷമാകുമ്പോൾ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിന്ന് നമ്മൾ ഈ ലോകത്താകമാനം കണ്ടുകൊണ്ടിരിക്കുന്നു. കടന്നു വന്നവനെ സ്വീകരിച്ചവന് കസേര കൊടുത്ത് ഇടം കൊടുത്തതിൻ്റെ ഫലമായി ഇംഗ്ലണ്ടിൽ നടക്കുന്നത് അതാണ്. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുന്നത് അത് തന്നെയാണ്. ആ ഒരവസ്ഥ കാശ്മീരിൽ നടന്നത് അത് തന്നെയാണ്. ഇങ്ങനെ അത് കേരളത്തിലും ഉണ്ടാകും, യാതൊരു സംശയവും വേണ്ട. മതേതരത്വം നിലനിൽക്കുന്നത് ഇവിടെ ഹിന്ദു ഭൂരിപക്ഷമുള്ളിടത്തോളം കാലം മാത്രമാണ്. ഹിന്ദു എന്നാണോ ഇവിടെ ന്യൂനപക്ഷമാകുന്നത്, ഈ രാജ്യത്തിൻ്റെ ഭരണഘടന എന്ന് പറയുന്നത് കറിവേപ്പല പോലെ എടുത്ത് കളയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മതേതരത്വം ഉണ്ടാവില്ല, സോഷ്യലിസം ഉണ്ടാകില്ല. മതരാഷ്ട്രമായി അതിനെ പ്രഖ്യാപിക്കുവാൻ കട്ടിംഗ് സൗത്ത് എന്ന പേരിൽ നിന്ന് നടക്കുന്ന നമുക്കറിയാം. ഭാരതത്തെ 2ആയി മുറിക്കുവാനും 3ആയി മുറിക്കുവാനും ഒക്കെയുള്ള കാര്യങ്ങളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. സന്യാസിമാരെന്നുള്ള നിലയിൽ ഹിമാലയത്തിൽ പോയിരുന്നോ, ഏതെങ്കിലും ആശ്രമത്തിൻ്റെ 4 ചുവരുകളിൽ ഇരുന്നു കൊണ്ടോ നാമം ജപിച്ചും മന്ത്രം ചൊല്ലിയും അതുപോലെ തന്നെ സിദ്ധി കൈവരിച്ച് സമാധി പ്രാപിക്കുക എന്നുള്ളതിലുപരി ആത്മനിഷ്ഠമായ ഒരു പ്രവർത്തനത്തിലൂടെ അതിനോടൊപ്പം തൻ്റെ ധർമ്മമാണ് ഈ സമൂഹത്തെ ഉദ്ധരിക്കുക, തൻ്റെ സംസ്കാരത്തെ നിലനിർത്തുക, സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു ലോകം പടുത്തുയർത്തുക, അങ്ങനെ ഒരു വിഭാവനയോടുകൂടി പ്രവർത്തിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി സന്യാസിക്കുണ്ടെന്ന് പഠിപ്പിച്ച മഹാത്മാവാണ് ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ. ഇവിടുത്തെ ഒരു വെറും 14 സെൻറ്റ് മാത്രം ഉണ്ടായിരുന്ന ഈ സ്ഥലത്ത് 45 വർഷക്കാലം തപസ് ചെയ്തൊരു മഹാത്മാവായിരുന്നു ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളുടെ ഗുരുനാഥൻ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദൻ. അഷ്ടസിദ്ധികൾ കൈവന്നിട്ടുള്ള ഒരു വലിയ മഹാത്മാവ്. ഒരേ സമയം 3 സ്ഥലത്ത് അദ്ദേഹത്തിന് ഇരുന്ന് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് ഇവിടെ ഇന്നും ജീവിച്ചിരിക്കുന്ന ഭക്തന്മാരുടെ അനുഭവമാണ്. അദ്ദേഹത്തിന് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഇവിടുന്ന് വെളിയിലിറങ്ങി ചോദിച്ചാൽ അറിയാം, ആയിരക്കണക്കിന് ആളുകൾ അതിൻ്റെ അനുഭവമുള്ള ആളുകളാണ്. അതേ പാത പിന്തുടർന്ന് വന്ന ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പദങ്ങളെക്കുറിച്ചും സമൂഹം അറിയുന്നത് ഒരു വശം മാത്രമാണ്. അദ്ദേഹം ഹിന്ദുവിൻ്റെ നേതാവാണ്, തീപ്പൊരി പ്രസംഗം നടത്തുന്ന ആളാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ആധ്യാത്മികമായ അദ്ദേഹത്തിൻ്റെ അവസ്ഥ ആർക്കും തന്നെ അറിയില്ല. അത് സ്വാമിജി അത് കാണിക്കുവാൻ ഇഷ്ടപ്പെട്ടിട്ടുമില്ല.
പക്ഷേ 100,000 അനുഭവങ്ങൾ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ കയ്യിലുണ്ട്. അത് നമുക്ക് പുണ്യഭൂമി എന്ന് പറയുന്ന ഒരു മീഡിയ ഉണ്ടായപ്പോൾ പ്രസിദ്ധീകരിച്ചു കൊണ്ട് വന്നപ്പോൾ തന്നെ സ്വാമിജി അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കുണ്ടായിരുന്നത് കൊണ്ട് എന്നെ വിളിച്ച് സ്റ്റോപ്പ് ചെയ്യിച്ചു. പരസ്യം കൊടുത്ത് അത്ഭുതങ്ങളുടെ പേര് പറഞ്ഞ് ആരെയും ഇവിടെ നിങ്ങൾ ആകർഷിക്കേണ്ട, അതിൻ്റെ പുണ്യാംശം കൊണ്ട് അവരവരുടെ സുഹൃതം കൊണ്ട് ഇവിടെ എത്തിച്ചേരുന്നവന് ഒരു ദാസനെ പോലെ ഞാൻ ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞ ഒരു വലിയ ഒരു ചിന്താഗതിയാണ് അദ്ദേഹത്തിനുള്ളത്. അത്ഭുതത്തിലല്ല, സേവനത്തിലാണ് കാര്യം എന്ന് പഠിപ്പിച്ച ആ മഹാത്മാവിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് ലോകം ഒരു കുടുംബം, അതാണ് ഗുരുനാഥനും സ്വാമിജിയുടെ ഗുരുനാഥനും അത് പറഞ്ഞത്. എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഹിമാലയത്തിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസാനന്തരം അദ്ദേഹത്തെ ആളയച്ച് ഇവിടെ വരുത്തി, ആരോടും പറയാതെ രാവിലെ 3:30 മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടി തയ്യാറായ അദ്ദേഹത്തെ ഇവിടെ നിന്ന് 8 കിലോമീറ്ററുള്ള അകലെയുള്ള ആ വീട്ടിൽ ഇവിടെ രാമായണ പാരായണം ചെയ്യുന്ന ഒരാളിനെ അയച്ചിട്ട് രാത്രി 12 മണിക്കാണ് അവിടെ എത്തി. ഇദ്ദേഹത്തെ വിളിച്ച് ഗുരു വിളിക്കുന്നു, സ്വാമി വിളിക്കുന്നു, വരണം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹം ഏൽപ്പിച്ചതാണ് ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതിയെ. എന്നിട്ട് ചോദിച്ചു, എവിടെ പോകണോ എന്നാണ് ചോദിച്ചത്. ആദ്യം ഹിമാലയത്തിൽ പോകുന്നു എന്ന് ആരോടും പറയാത്ത അദ്ദേഹത്തോട് ഇവിടെ ദൂരെ ഇരുന്നു കൊണ്ട് ഗുരു വിളിച്ചു വരുത്തിയിട്ട് എവിടെ പോകണോ എന്ന് ചോദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അറിയുന്ന ഒരാൾ തന്നെ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിളിച്ചത്. പോകാനുള്ള അനുവാദമില്ല എന്ന് മനസ്സിലാക്കി, എല്ലാം അറിയുന്നതല്ലേ പിന്നെ എന്തിനാണ് പറയുന്നത് എന്ന അർത്ഥത്തിൽ മൗനം പാലിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവിടെയുള്ളതൊക്കെ ഇവിടെയും ഉണ്ടിടോ. ഈശ്വരനെ തേടിയാണ് ഹിമാലയത്തിൽ പോകുന്നതെങ്കിൽ ആ ഈശ്വരൻ സർവ്വവ്യാപിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. കുറച്ച് ജോലികൾ ചെയ്യാനുണ്ട്, രാജ്യത്തിന് വേണ്ടി സംസ്കാരത്തിന് വേണ്ടി ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഏൽപ്പിച്ചതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചും 9ാമത്തെ വയസ്സിൽ സ്വാമിജിക്ക് ശ്രീകൃഷ്ണൻ്റെ ദർശനം, പ്രത്യക്ഷ ദർശനം ലഭിച്ചിരിക്കുകയാണ്. 12ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തെ പണിമൂല ദേവി ക്ഷേത്രത്തിൽ വെച്ചിട്ട് ആ അമ്മയുടെ ദർശനം, ജഗദംബയായ ആ ദേവിയുടെ ദർശനം അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. കുട്ടിക്കാലം തൊട്ടേ അദ്ദേഹത്തിന് എല്ലാ സിദ്ധികളും ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സഹപാഠികളായ ആളുകളൊക്കെ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞതൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് സിദ്ധിയിലല്ല, അത്ഭുതത്തിലല്ല, മറിച്ച് ഐക്യതയിലും അതുപോലെ തന്നെ ശ്രദ്ധയിലുമാണ് നമ്മുടെ സംസ്കാരത്തെ വളർത്തിയെടുക്കേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ട് അതിന് മാതൃക കാണിച്ച ആ മഹാത്മാവിൻ്റെ ആശ്രമമാണിത്. ശ്രീരാമദാസ ആശ്രമമാണ്. ശ്രീരാമൻ്റെ ദാസൻ എന്നുള്ള ഭാവത്തിൽ അഹന്തയില്ലാതെ സമർപ്പണത്തോടുകൂടി എങ്ങനെയാണ് സമൂഹത്തെ സേവിക്കേണ്ടത് എന്നുള്ള ഒരു മാതൃക കാഴ്ചവെച്ചുകൊണ്ട് ആ ഒരു ആശയമാണ് അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരും അദ്ദേഹം ഇന്നുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ചിന്തയ്ക്ക് ഉത്തരം കൊടുത്തുകൊണ്ട്, അങ്ങനെ വിഷമിക്കുന്ന ആളുകൾക്ക് അതിന് ഒരു ആശ്വാസം കൊടുത്തുകൊണ്ട് ആ സ്ഥാനത്തേക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും അതിനുള്ള രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ള പ്രതിജ്ഞയോടും കൂടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു പുതിയ കമ്മിറ്റി, പുതിയൊരു സമിതി രൂപം കൊണ്ടിട്ടുള്ളത്. എല്ലാവിധമായ സഹകരണവും പ്രാർത്ഥനയും ആ മഹാഗുരുവിൽ സങ്കല്പിച്ചുകൊണ്ട് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്ന തൃപ്പാദങ്ങളുടെ ഒരു വലിയ സങ്കല്പമായിരുന്നു ഈ ജ്യോതിക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റ് കാര്യങ്ങളും എങ്ങനെയാണ് നടക്കുന്നത്, തുടർന്നുള്ള കാര്യങ്ങൾ? ജ്യോതിക്ഷേത്രം ജഗദ്ഗുരുസ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളുടെ സമാധിസ്ഥാനമാണ്. അതിനെ ജ്യോതിക്ഷേത്രം എന്ന് സ്വാമിജി നേരത്തെ തന്നെ സങ്കല്പിച്ചിരുന്നു. വളരെ നേരത്തെ അതിൻ്റെ പണികളൊക്കെ ആരംഭിച്ചതാണ്. സ്വാമിജി സമാധിയാകുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ സ്ട്രക്ചറെല്ലാം പൂർത്തിയാക്കിയിരുന്നു. അവിടെ വെച്ചാണ് 2000 ആണ്ട് കോടി അർച്ചന നടന്നത്. ലളിതാ സഹസ്രനാമത്തിൻ്റെ ശതകോടി അർച്ചന, 100 കോടി അർച്ചന പൂർത്തിയാക്കിയത്. ഈ ശതകോടി അർച്ചന നടന്നപ്പോൾ തന്നെ ഒരു ദിവസം ഒരു ജ്യോതി അവിടെ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. വൈകുന്നേരം ഒരു 7:30 മണിയോട് കൂടിയിട്ടാണ്. ഈ നാട്ടിലുള്ള സർവ്വ ആളുകളും കാണുകയാണ്. 2200-ലധികം ആളുകൾ അവിടെ ഇരുന്ന് അർച്ചന ചെയ്യുന്ന സമയത്ത്, ലളിതാ സഹസ്രനാമം ജപിക്കുന്ന സമയത്ത് ആ ജ്യോതിക്ഷേത്രത്തിൻ്റെ നേരെ മുഴുവൻ ആകാശത്തിൽ നിന്ന് ഡിസെൻഡ് ചെയ്യുകയാണ്, താഴേക്ക് വരികയാണ്. വലിയൊരു ജ്യോതിയായിരുന്നു അത്. താഴേക്ക് വന്ന് അത് വീണ്ടും മുകളിലേക്ക് പോകുന്നു. 3 പ്രാവശ്യം അങ്ങനെ ജ്യോതി, അതായത് ദേവിയുടെ ജ്യോതിസ്വരൂപിണിയായ ദേവിയുടെ പ്രത്യക്ഷമായ ഒരു ദർശനം അവിടെ ഇരുന്ന ഈ ആളുകളെല്ലാം അനുഭവിച്ചതാണ്. അവിശ്വാസികളും അതുപോലെ തന്നെ മറ്റ് ഈ നിരീശ്വരവാദികളും ഒക്കെ റോഡിലും അവിടെ ഇവിടെയൊക്കെ നിന്ന് കണ്ടൊരു കാര്യമാണിത് പറയുന്നത്. ഇന്നും ആളുകളോട് വെളിയിറങ്ങി ചോദിച്ചാൽ അവർ പറയും. അങ്ങനെ ജ്യോതിക്ഷേത്രം എന്ന് പറയുന്ന പേര് തന്നെ അത് സാർത്ഥകമായ ഒരു കാര്യമാണ്. ഈ ഭാരതത്തിൻ്റെ 501 സ്ഥലങ്ങളിൽ നിന്ന്, വൈഷ്ണവ ശൈവ ശാക്തേയ ക്ഷേത്രങ്ങളിൽ നിന്ന്, മഹാസമാധി സ്ഥാനങ്ങളിൽ നിന്ന് ഒക്കെ ദീപം കൊണ്ടുവന്നിട്ട് ഇവിടെ പ്രജ്വലിപ്പിച്ച് ആ ദീപമാണ് ഈ ശതകോടിയിൽ അർച്ചനയ്ക്ക് വേണ്ടി അവിടെ ഉപയോഗിച്ചത്. അതെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് കത്തുന്ന ഭദ്രദീപമാണ് ഇന്ന് ഇവിടെ 4 സ്ഥലങ്ങളിൽ നിങ്ങൾ ഇവിടെ പ്രകാശം ചൊരിഞ്ഞ് ചൈതന്യം ചൊരിഞ്ഞ് നിലനിൽക്കുന്നത്. അപ്പോൾ ആ ജ്യോതിക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ അത് വലിയൊരു യുണീക്കായിട്ടുള്ളൊരു വലിയ സങ്കല്പമാണ്.
അത് പറയാൻ വളരെ അധികം സമയം വേണ്ടി വരുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആ ജ്യോതിഷക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ച് മന്ദീഭവിച്ചതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ സ്ട്രക്ചറിന് കമ്പി തുരുമ്പ്. അപ്പോൾ അങ്ങനെ ഒരു സമയം വന്നപ്പോൾ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി അത് സ്ട്രെങ്തൻ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ടെക്നിക്കലായിട്ട് അതിന് വിദഗ്ധന്മാരായ ആളുകളുടെ ഒരു സമിതി ഉണ്ടാക്കി അതിൻ്റെ സ്ട്രെങ്തനിങ് ചെയ്യുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏകദേശം 80% പൂർത്തിയായി കഴിഞ്ഞു. വരുന്ന 2 കൊല്ലങ്ങൾക്കുള്ളിൽ തന്നെ സ്വാമിജി വിഭാവന ചെയ്ത രീതിയിൽ ആ ജ്യോതിഷക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിനുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. യാതൊരു സംശയവും വേണ്ട, ഭക്തന്മാർക്ക് ആശ്വാസമുള്ള, അവർക്ക് യാതൊരു ദുഃഖത്തിനും ആശങ്കയ്ക്കും ഇടമില്ലാത്ത രീതിയിൽ ഉള്ള അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയുമാണ് അതിനാവശ്യം. ജ്യോതിഷക്ഷേത്രം എന്ന് പറയുമ്പോൾ അവർ കാണുന്ന ഒരു സ്ട്രക്ചർ മാത്രമല്ല, അത് വലിയൊരു ഒരു മാസ്റ്റർ പ്ലാനാണ്. അതിനോട് ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങളുണ്ട്, ക്ഷേത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ ആചാര്യന്മാരുടെ പല കാര്യങ്ങളുണ്ട്. അതൊക്കെ വിശദമായി നമുക്കവിടെ ഡിസ്പ്ലേ ചെയ്യാനും വരുന്ന ആളുകൾക്ക് അതിൻ്റെ കാര്യങ്ങൾ കൊടുക്കാനും ഒക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ചിന്തകളും ഒക്കെ വന്നിട്ടുണ്ട്. അത് ഉടനെ തന്നെ നടക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സംസ്ഥാന സർക്കാർ ഒരു വലിയ സമ്മേളനം സംഘടിപ്പിക്കുകയാണ്, അയ്യപ്പ ഭക്ത സമ്മേളനം. ശ്രദ്ധയിൽപ്പെട്ടുമാണ്. നമുക്കറിയാം 2018 നടന്ന ശബരിമലയിൽ നടന്ന കോലാഹലങ്ങൾ ഇപ്പോൾ ഒരു പുതിയ സമ്മേളനമായിട്ടൊക്കെ എത്തുവാണ്. അതിൽ അന്ന് ശബരിമലയിൽ കയറാൻ തയ്യാറെടുത്തവരൊക്കെ എത്തുന്നുണ്ടെന്നാണ് അറിയുന്നത്. അങ്ങയുടെ അഭിപ്രായം എന്താ അതിൽ? ഇത് ഞാൻ അഭിപ്രായം പറയാതെ ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഇത് കാരണം അത് സംഘടിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് എന്ന് പറയുമ്പോൾ അത് സംഘടിപ്പിക്കുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇടതുപക്ഷ പാർട്ടികൾ ചേർന്നിട്ടുള്ള ഒരു ഭരണ സംവിധാന ക്രമമാണ്. അവർക്ക് അയ്യപ്പനുമായി ബന്ധമില്ല. കാരണം അത് ഈശ്വര വിശ്വാസമില്ലാത്ത, ക്ഷേത്ര വിശ്വാസമില്ലാത്ത, ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അല്പം പോലും തന്നെ വിശ്വാസമില്ലാത്ത ആളുകൾ ചേർന്നുകൊണ്ട് അയ്യപ്പൻ്റെ പേരിലൊരു സമ്മേളനം നടത്തുന്നത് എന്ത് ലക്ഷ്യത്തോടു കൂടിയായിരിക്കുമെന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. അപ്പോൾ വോട്ട് മാത്രമാണ് വരാനിരിക്കുന്ന, വോട്ട് മാത്രമാണ് ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ മുമ്പോട്ട് പോകുന്നത്. പക്ഷേ ഇവിടുത്തെ പഴയ ഹിന്ദു അല്ല, അവൻ സംഘടിച്ചു, അവന് ശക്തിയുണ്ട് എന്നുള്ളത് അറിഞ്ഞ്, ഒന്നുമില്ലെങ്കിൽ ഇവിടെ BJPയുടെ ഒരു MP തൃശ്ശൂരിൽ നിന്ന് മുമ്പോട്ട് വന്നപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി, ഇടതുപക്ഷത്തിനും ഇവിടുത്തെ അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിക്ക്, എനിക്ക് പ്രത്യേകിച്ച് പാർട്ടി ഒന്നുമില്ലെങ്കിലും നമ്മുടെ ആശയങ്ങളോട് യോജിക്കുന്ന ഒരു പാർട്ടി തന്നെ ഇവിടെ ഉണ്ടാകണം, ഹൈന്ദവ സംസ്കാരത്തെ മാനിക്കുന്ന ഒരു പാർട്ടി തന്നെ ഇവിടെ ഉണ്ടാകണം എന്നുള്ള നിലയിൽ ഉള്ള ഒരു സങ്കല്പമാണ് നമുക്കുള്ളത്. അതിപ്പോൾ ഏത് പാർട്ടിക്കാണുള്ളതെന്ന് ഞാൻ പറയാതെ ഇവിടുത്തെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അതെല്ലാവരും അറിയുകയും വേണം, അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം എന്നുകൂടി പറയുകയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എന്തിനാണ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര വിശ്വാസികളെ അല്ലെങ്കിൽ വിളിച്ചുകൂട്ടി ഒരു സമ്മേളനം നടത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് അവരുടെ സ്വാർത്ഥമായ രാഷ്ട്രീയത്തിൻ്റെ ലാഭത്തിന് വേണ്ടി മാത്രമാണ്. അതിലാരും വഞ്ചിതരാകരുത്. ഇവിടുത്തെ മണ്ടന്മാരാണ് ഇവിടുത്തെ ജനത, ഇവിടുത്തെ പ്രജകൾ എന്ന് നമ്മൾ ഇനി ഒരിക്കലും പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടാകരുത്. കിറ്റ് വാങ്ങിക്കൊണ്ട് ആണ് നമ്മൾ വോട്ട് കൊടുത്തത് എന്നുള്ളൊരു അപവാദം ഈ നാട്ടിലുണ്ട്. അങ്ങനെ ഒരു നക്കാപ്പിച്ച ഒരു തേങ്ങാപ്പൂള് ഇട്ടുകൊടുത്താൽ അതിൽ കയറി പിടിച്ചുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെ മറക്കുന്നവരാണ് നമ്മുടെ ആശയങ്ങളെ ബലികഴിക്കുന്നവരാണ് നമ്മുടെ ഈ കേരളത്തിലുള്ള ജനത എന്ന് പറയുവാനുള്ളൊരു സാഹചര്യം ഇനി ഒരിക്കലും ഉണ്ടാകരുത്. അത് മാത്രമേ എനിക്ക് കാര്യത്തിൽ പറയാനുള്ളൂ. ബ്രഹ്മപാദാനന്ദ സ്വാമികളുടെ സമാധിക്ക് ശേഷമുള്ള ഇനി ആശ്രമത്തിലെ ചടങ്ങുകൾ എന്തൊക്കെയാണ് തുടർന്നുള്ള? ഏതൊരു സമാധിയും സംബന്ധിച്ച് സമാധി അനന്തര ചടങ്ങുകൾ എന്ന് പറയുന്നത് പ്രധാനമായും യതിപൂജയാണ് ഒന്ന്, പിന്നൊന്ന് അനുസ്മരണ സമ്മേളനമാണ്. അദ്ദേഹം നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിന് വേണ്ടി, നാടിന് വേണ്ടി ചെയ്തിട്ടുള്ള സംഭാവനകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മുടെ ജനങ്ങളെ അറിയിക്കാതെ അത് നമ്മൾ അനുസ്മരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കർത്തവ്യമാണ്. അത് ഹൈന്ദവ സമൂഹത്തിൻ്റെ കർത്തവ്യമാണ്. അങ്ങനെ ഒരു അനുസ്മരണ സമ്മേളനം ഉണ്ടാകും. പിന്നെ ഒരു സന്യാസിയായിരുന്നു അദ്ദേഹം എന്നുള്ളത് കൊണ്ട് ഈ സന്യാസി സമൂഹത്തെ, ദീക്ഷിതരായ ആളുകളെയും അല്ലാത്ത ആളുകളെയുമായ സന്യാസി സമൂഹത്തെ ബഹുമാനപൂർവ്വം വിളിച്ചു വരുത്തി ആദരിച്ച് അവർക്കൊക്കെ പഞ്ചോപചാര പാദപൂജ ചെയ്ത് അവരെയെല്ലാം എല്ലാ രീതിയിലും അതിനൊരു ചടങ്ങുണ്ട്. ആ രീതിയിൽ ഉള്ളൊരു യതിപൂജ എന്നുള്ള ഒരു സംഭവം കൂടിയുണ്ട്. അത് ഈ വരുന്ന സെപ്റ്റംബർ മാസം 13-ാം തീയതി വെള്ളിയാഴ്ച, അത് ചിങ്ങമാസം 28-ാം തീയതിയാണ് അത് നടക്കുന്നത്. വെള്ളിയാഴ്ചയല്ല, ശനിയാഴ്ചയാണ്. ചിങ്ങമാസം 28-ാം തീയതിയാണ് അന്ന് നടക്കുന്നത്. സെപ്റ്റംബർ മാസം 13-ാം തീയതിയാണ്. അന്ന് എല്ലാ ആളുകളെയും നമ്മൾ വിളിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇനി ഭാവി പരിപാടികളെന്ന് അവരെ അറിയിക്കേണ്ടെന്നൊരു ഉത്തരവാദിത്വം കൂടി ഉള്ളതുകൊണ്ട് അന്ന് മറ്റു കാര്യങ്ങളുടെ അനൗൺസ്മെൻറ്റ് കൂടി അന്നുണ്ടാകും. അത് കഴിഞ്ഞാൽ 41-ന് സെപ്റ്റംബർ മാസം 26-ാം തീയതി വെള്ളിയാഴ്ച, അന്ന് ഇവിടെ മോക്ഷദീപം അല്ലെങ്കിൽ സഹസ്രദീപവും അതുപോലെ ഹോമാദി കർമ്മങ്ങളും ഒക്കെ ഉണ്ടാകും. അതാണ് 2 ചടങ്ങുകളാണ് ഇവിടെ വച്ചിരിക്കുന്നത്.
ഇത് രണ്ടുമാണ്. എന്തായാലും വലിയൊരു നിയോഗം തന്നെയാണ് സ്വാമി പറഞ്ഞിരിക്കുന്നത്. ഒട്ടേറെ കാര്യങ്ങൾ സ്വാമിജി നമ്മളോടൊപ്പം പറഞ്ഞു. രാമദാസ് ആശ്രമത്തിൻ്റെ മിഷൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഹൈന്ദവ സമൂഹത്തിൻ്റെ മുന്നേറ്റവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാനിരിക്കുന്നതെല്ലാം സ്വാമി കൃത്യമായി വ്യക്തമായി നമ്മളോട് പറയുകയും ചെയ്തു. അനീഷിനൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, തിരുവനന്തപുരം.